ഉപയോഗിച്ചിട്ടാണ്. എൻ്റെ ഉമ്മച്ചിക്ക് ഭയങ്കര ശരീരവേദനയൊക്കെ ആയിരുന്നു. അപ്പൊ അതിനു വേണ്ടി അത് ചാമ്പ്യ തൈലം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ മൈഗ്രെയിൻ്റെ ഭയങ്കര ഒരു പ്രശ്നമുള്ള ആളായിരുന്നു. അത് ഞാൻ ചാമ്പ്യ തൈലവും പിന്നെ അതുപോലെ 95 അങ്ങനെയുള്ള immuno3+ ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് immuno3+ ലിവാഗൈന്, ബ്ലഡ് പ്യൂരിഫയർ അങ്ങനെയുള്ളത് കഴിച്ച് എനിക്ക് ആ പ്രശ്നം മാറി. മൈഗ്രെയിൻ എന്ന് വെച്ചാൽ നമുക്ക് അത് പറഞ്ഞ മനസ്സിലാവും, അത് വന്നവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൾക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ഭയങ്കര എഴുന്നേറ്റ് വരുമ്പോൾ തുടങ്ങി ഭയങ്കര തുമ്മലൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഇതിൽ കവചപ്രാശം, കഫ്നില്, അതുപോലെ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കഴിച്ച് ആന്റി അലർജി, ബ്ലഡ് പ്യൂരിഫയർ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കഴിച്ച് അവൾക്ക് അതിന്റെ പ്രശ്നം മാറി. പിന്നെ അതുപോലെ പിന്നെ ഇങ്ങനെ റിസൾട്ട് കിട്ടിയപ്പോ നമ്മളത് മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ നമുക്കതൊരു ഇതല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞപ്പോ അവർക്ക് ഇതുപോലെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നമുള്ളവര്, അതുപോലെ നീർക്കെട്ട് അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ചാമ്പ്യ തൈലം, നോവേദന ജെല്ല്, അതുപോലെ immuno3+ ലിവാഗൈന് അങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഒക്കെ കൊടുത്ത് അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി. പിന്നെ ഒരു ചേട്ടന് 2 വർഷമായിട്ട് ഗ്യാസിന്റെ ഗുളിക അങ്ങനെ സ്ഥിരം കഴിച്ചിരുന്ന ചേട്ടനാണ്. അപ്പൊ ആ ചേട്ടന് ഇങ്ങനെ വയറുവേദന വരുമായിരുന്നു. അപ്പൊ ആ ചേട്ടൻ പോയി ഗ്യാസിന്റെ ഗുളിക വാങ്ങിച്ചു കഴിക്കും. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന ചേട്ടനെ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോ ആ ചേട്ടന് ഞങ്ങളുടെ ലീഡർ പറഞ്ഞ അനുസരിച്ച് ഇമ്മ്യൂണോയിൽ ലിവാഗൈനും അതുപോലെ ബ്ലഡ് പ്യൂരിഫയർ, യൂറിഫ്ലഷിന്റെ ലിക്വിഡ് ഇത്രയും കഴിച്ചപ്പോ ആ ചേട്ടന് ആ പ്രശ്നം മാറി. പിന്നെ എൻ്റെ മോള് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കണം. അപ്പൊ അവൾക്ക് അവിടുത്തെ ഫുഡൊന്നും എപ്പോഴും പറ്റൂലായിരുന്നു. അപ്പൊ വയറിന് എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ ഞാൻ അവൾക്ക് ഇമ്മ്യൂണോയിൽ ലിവാഗൈന്, അതുപോലെ സ്പൈറൽനാഗോൾഡ് അങ്ങനെയുള്ള ഇതൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും പിള്ളേർക്ക് വയറുവേദന എന്തെങ്കിലും വരുമ്പോ അവള് ഇതിന്റെ ലിക്വിഡ് കൊടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അത് കുറയും. പിന്നെ റോളോൺ ഇൻഹീലർ, അതുപോലെ റെഡ് പേസ്റ്റ് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 2 ദിവസം മുമ്പ് മോൾക്ക് പെട്ടെന്ന് ഒരു വയറിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊളത്തിപ്പിടുത്തം പോലെ വന്നിട്ട് കൊച്ച് വല്ലാതെ ബുദ്ധിമുട്ടി. അപ്പൊ ഞാൻ അപ്പൊ തന്നെ നമ്മുടെ immuno3+ന്റെ ക്യാപ്സൂൾ എടുത്ത് കൊടുത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ആ പ്രശ്നം മാറി. പിന്നെ സാറെ വെൽഹാർട്ടിന്റെ ഇതിന്റെ പറയുന്നെങ്കിൽ എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു ഭയങ്കര ഇങ്ങനെ വിലക്കം പോലെ നെഞ്ചിന്റെ ഉള്ളിൽ കൂടെ ശ്വാസം കഴിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ വെൽഹാർട്ടിന്റെ ക്യാപ്സൂൾ എടുത്ത് കഴിച്ച് അത് നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇത് നമുക്ക് അത്രയ്ക്കും നെഞ്ചിൽ നല്ല ആശ്വാസമാണ്. അത് അങ്ങനെ ചെന്ന് കഴിയുമ്പോ വല്ലാത്തൊരു റിലാക്സേഷനാണ് ആ വെൽഹാർട്ടിന്റെ ക്യാപ്സൂൾ കഴിച്ച് കഴിയുമ്പോ. അത് നമ്മളത് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളെ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് അതിനെ പറ്റിയുള്ള റിസൾട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മീറ്റിംഗ് അറിയുന്ന എല്ലാവർക്കും ഞാൻ നല്ലൊരു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം സാറേ. ഓക്കെ സാർ. ഈ നൂർജഹാൻ മാഡം, വളരെ സന്തോഷം. നിലവിൽ മൈഗ്രെയിൻ ഞാൻ കാണുമ്പോൾ മൈഗ്രെയിൻ ആയിരുന്നു, വർഷങ്ങളായിട്ടുള്ള മൈഗ്രെയിൻ ആണ്. ഒരുമാതിരി ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് മടുത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വെച്ച് റിസൾട്ട് കിട്ടിയത്. വളരെ ലാഘവത്തോടെ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ നിസ്സാര മൈഗ്രെയിനിലല്ല, അത് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അപ്പോ നൂർജഹാൻ മാഡം ഇത് പറയാൻ മനസ്സുവെച്ച് നന്ദിയുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നിരവധി ഇതിൽ കൊടുത്തുകൊണ്ട് ഈ റിസൾട്ടുകൾ പറഞ്ഞുകൊണ്ട്